ഹലോ! ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോവയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി പിറ്റേന്ന് മോർണിംഗ് ആണ് എത്തിയത്. അവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയത് അഗുഡ ഫോർട്ടിലാണ്. അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇത്. കണ്ടാൽ തന്നെ അറിയാം, നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ. ഒരുപാട് ഹിസ്റ്ററി ഉള്ളൊരു പ്ലേസാണിത്. കണ്ടോ, അതിൻ്റെ ബാക്കിൽ കാണുന്നത് ബീച്ചാണ്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ അത് ഫുള്ള് നിറഞ്ഞിരിക്കുകയായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ പോയത് സെൻകുരം ബീച്ചിലായിരുന്നു. അതിൽ നിങ്ങൾക്ക് ബാക്കിൽ കണ്ടാൽ അറിയാം, നമ്മുടെ ബാക്കിൽ ഇങ്ങനെ വന്നിട്ട് ആ തിരമാലകൾ വന്ന് അടിക്കും. അത് നല്ല രസമുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിതിൽ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ബീച്ചിൽ നിന്നിട്ടുള്ള വ്യൂ ആയിരുന്നു. കണ്ടോ, ഇതിലിങ്ങനെ വെള്ളം അടിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബീച്ച്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ബീച്ചിലും കലങ്കുട്ടി ബീച്ചിലുമായിരുന്നു. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ 2-3 വട്ടം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് നോർമൽ ബീച്ച് തന്നെ, വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഞങ്ങൾ ബീച്ച് ലവേഴ്സ് എന്തായാലും ഗോവയ്ക്ക് വരണം. ഒരുപാട് ബീച്ചസ് ആണ് അവിടെ. പിന്നെ നൈറ്റ് ഞങ്ങൾ ബാഗ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗോവയിൽ പോയത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്നതാണ്. നല്ല അടിപൊളിയായിരുന്നു. ഫുള്ള് ലൈറ്റായിരുന്നു. എല്ലാ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ ഒരുപാട് ലൈറ്റൊക്കെ വെച്ചിട്ട് നമുക്കവിടെ ഇരിക്കാം, ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങളും അങ്ങനെ ഒരെണ്ണത്തിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ ഓൾറെഡി ഡിന്നർ കഴിച്ചിട്ടാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത്. എങ്കിലും എന്തായാലും അവിടെ ഇരുന്നൊന്ന് കുറച്ച് നേരം നമ്മുടെ ബീച്ചിൻ്റെ ഭംഗിയൊക്കെ കണ്ടിരിക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അന്ന് ആ 3 ഡേയ്സിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആ ഒരു ടൈമായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഓൾഡ് ഗോവ ചർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയ ഡേ ഞങ്ങൾക്ക് നല്ല മഴയായിരുന്നു. ഞങ്ങൾ പോയ 3 ദിവസം ഞങ്ങൾക്ക് നല്ല മഴ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഫുൾ ടൈം മഴയായിരുന്നു. ഞങ്ങൾ ഫുൾ ടൈം കോട്ടിട്ടിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് ഫോട്ടോസിന് വേണ്ടി മാത്രം അത് ഊരുക, പിന്നെ അപ്പം തന്നെ ഇടുക, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. എന്നാലും നല്ല വെയിലുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളൊരു പാക്കേജ് എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്കൊരു 2 വീലർ തന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് ഞങ്ങൾ ഈ ഗോവ ഫുള്ള് കറങ്ങിയത്. പക്ഷേ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. പക്ഷേ മഴയുടെ ഒരു പ്രശ്നം ഒഴികെ ബാക്കിയൊക്കെ ഞങ്ങൾക്ക് നല്ലതായിരുന്നു. ഇത് കണ്ടോ, ഇതൊരു പാലാണ് കേട്ടോ അവിടുത്തെ. ഇതിനെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര വലുതാണ്. നൈറ്റ് നമ്മൾ പോയപ്പോൾ ഒരു വീഡിയോസൊക്കെ ഉണ്ട്. അതിൽ ഈ പാലാണ് ഇങ്ങനെ ഫുള്ള് ലൈറ്റൊക്കെ കത്തി കിടക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെറിയൊരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻസിന് വേണ്ടിയിട്ടാണ് ഗോവയ്ക്ക് പോയത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ക്രൂസ് ഷിപ്പിൽ പോയിട്ടുണ്ടായിരുന്നു രാത്രിയായപ്പോൾ. അവിടെ താഴത്തെ ഫ്ലോറിൽ ഇങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു. മേലെ ഇങ്ങനെ ഫുഡ് കഴിക്കാം നമുക്ക് അവിടെ ഇരുന്നിട്ട്. പിന്നെ ഇങ്ങനെ വൈബൊക്കെ അടിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. കാരണം നല്ല തണുത്ത കാറ്റായിരുന്നു. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുള്ള് മഴയായിരുന്നു. ഈ ഒരു ടൈമിൽ മാത്രമാണ് ഭാഗ്യത്തിന് ഞങ്ങൾക്ക് മഴ ഒന്ന് കുറഞ്ഞ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പറ്റിയത്. കാരണം ഇത് ഓപ്പൺ ആയിരുന്നല്ലോ, അതുകൊണ്ട്. അങ്ങനെ അതൊക്കെ നല്ല രസമുള്ളൊരു രാത്രിയായിരുന്നു അന്നത്തെ. എനിക്ക് കൂടുതൽ ഗോവയിൽ പോയതിൽ നൈറ്റിലെ പരിപാടികളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഈ പാലം അടിപൊളിയായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നേക്കാളും ഭയങ്കര രസമുണ്ട് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി നിന്നു കുറച്ച് നേരം. അങ്ങനെ ഞങ്ങൾക്ക് രാത്രി ഒരു 8 മണി തൊട്ട് 12 മണി വരെയോ അങ്ങോട്ട് ആയിരുന്നു തോന്നുന്നു. എനിക്ക് കറക്റ്റ് ടൈം ഓർമ്മയില്ല. അതിനുള്ളിൽ നമ്മൾ ഫുഡും ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അതും ഡ്രിങ്ക്സും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്നു. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഗോവയിലത്തെ വിശേഷങ്ങൾ. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ദേ ഭാരതിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ വന്ദേ ഭാരതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഗോവൻ ട്രിപ്പ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം വീട്ടിൽ ചെറിയൊരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കൊല്ലം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് തല്ലുകൂടിയും ഇണങ്ങിയും പിണങ്ങിയും ഞങ്ങളുടെ ഒരു കൊല്ലം അങ്ങനെ അവസാനിച്ചു.